ഇന്ന് തുടങ്ങുന്ന ദേശീയ നേതൃത്വ യോഗം കഴിഞ്ഞാൽ ജൂൺ 10-ന് CPI സംസ്ഥാന എക്സിക്യൂട്ടീവും തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ യോഗം ചേരും. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ നിന്ന് ഒരടി പോലും മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നതാണ് ഈ തവണത്തെ തോൽവി CPM-ന് നൽകിയിരിക്കുന്ന തിരിച്ചടി. ഒപ്പം ലോക്സഭയിലേക്ക് BJP അക്കൗണ്ട് തുറന്നതും വലിയ ആഘാതമാണ് CPM-ന് ഉണ്ടാക്കിയത്. തിരഞ്ഞെടുപ്പ് ഫലം നൽകുന്ന സന്ദേശം ഉൾക്കൊള്ളുകയും തോൽവിയിലേക്ക് നയിച്ച കാരണങ്ങൾ വിലയിരുത്തുകയും ചെയ്യുക എന്നതാണ് അനിവാര്യം. ഇതിനു വേണ്ടിയാണ് 5 ദിവസം നീളുന്ന സംസ്ഥാന നേതൃത്വ യോഗം വിളിച്ചത്. ഈ മാസം 16-നും 17-നും സംസ്ഥാന സെക്രട്ടേറിയറ്റും 18, 19, 20 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയുമാണ് യോഗം ചേരുന്നത്. ജില്ലയിൽ നിന്നുള്ള വോട്ട് കണക്കുകളും റിപ്പോർട്ടുകളും വിലയിരുത്തി സംസ്ഥാന സെക്രട്ടേറിയറ്റ് അവലോകനം റിസൾട്ട് തയ്യാറാക്കും. ഇത് സംസ്ഥാന കമ്മിറ്റിയിൽ അവതരിപ്പിച്ച് വിശദമായി ചർച്ച ചെയ്യും. സർക്കാർ തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തുമെന്നും സ്ഥാനാർത്ഥി നിർണയം, പ്രചരണം അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പാർട്ടി പരിശോധിക്കുമെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. തിരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്തുന്നതിനായി CPI ദേശീയ നേതൃത്വ യോഗം ഇന്ന് ആരംഭിക്കും. ഇന്ന് ദേശീയ സെക്രട്ടേറിയറ്റും നാളെയും മറ്റന്നാളും ദേശീയ എക്സിക്യൂട്ടീവും ചേരും. ഈ മാസം 10-ന് ചേരുന്ന സംസ്ഥാന എക്സിക്യൂട്ടീവ് കേരളത്തിലെ ഫലം വിശദമായി ചർച്ച ചെയ്യും. സംസ്ഥാനത്ത് മത്സരിച്ച 4 സീറ്റുകളിലും CPI തോറ്റുപോയി. തമിഴ്നാട്ടിൽ നിന്നുള്ള 2 സീറ്റ് മാത്രമാണ് CPM-ന്റെ മാനം കാത്തത്. 4 സീറ്റുകളിൽ പരാജയപ്പെട്ട സാഹചര്യത്തിൽ സർക്കാർ തിരുത്തേണ്ടതിന്റെ ആവശ്യം CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഉയർത്തുന്നുണ്ട്. കേരളത്തിൽ UDF തരംഗമായിരുന്നു ഉണ്ടായത്. സംസ്ഥാനത്തെ 20 ലോക്സഭാ സീറ്റുകളിൽ 18 സീറ്റുകൾ നേടിയായിരുന്നു UDF-ന്റെ വിജയം. എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ടവരുടെ പോരാട്ടമാണ് വിജയത്തിന് കാരണമായത് എന്ന് തിരഞ്ഞെടുപ്പ് ഫലം വന്ന UDF നേതാക്കൾ പ്രതികരിച്ചിരുന്നു. 10 മണ്ഡലങ്ങളിൽ 1 ലക്ഷത്തിലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF സ്ഥാനാർത്ഥികൾ വിജയിച്ചത്. മലപ്പുറം, വയനാട് എന്നീ മണ്ഡലങ്ങളിൽ 3 ലക്ഷത്തിലും എറണാകുളം, പൊന്നാനി മണ്ഡലങ്ങളിൽ 2 ലക്ഷത്തിലുമധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് UDF-ന്റെ വിജയം. വ്യാപകമായ വിവാദങ്ങൾക്കിടയിലും ഇടത് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLA-യുമായ KK ശൈലജയെ പിന്നിലാക്കി വടകരയിൽ വിജയിച്ചത് ഷാഫി പറമ്പിലാണ്. കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങളിൽ ശക്തമായ മത്സരവും വിവാദങ്ങളും ഉണ്ടായ മണ്ഡലമാണ് വടകര. വടകരയിൽ പോലും LDF-ന് വിജയിക്കാൻ കഴിഞ്ഞില്ല എന്നത് പാർട്ടിയുടെ പരാജയമാണ്. യോഗത്തിൽ എവിടെ തെറ്റുപറ്റി, ഇനി എങ്ങനെ മാറണം എന്നിങ്ങനെ പല കാര്യങ്ങളും ചർച്ചയാകും. ഇടതുപക്ഷ സർക്കാരിന് തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ ആ തെറ്റ് തിരുത്തുമെന്നും CPIM സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്തെ 20 ലോക്സഭാ സീറ്റുകളിൽ 18 സീറ്റുകളിലും UDF ആണ് മുന്നിട്ടു നിന്നത്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ LDF-ന് രാജ്യത്തിൽ 8 സീറ്റ് മാത്രമാണ് ലഭ്യമായത്. ദേശീയ തലത്തിൽ CPIM-ന് 4 സീറ്റും CPI 2 സീറ്റുമാണ് നേടിയത്.